ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞാച്ചിയുടെ സ്കൂളിലൊരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് അങ്ങനെ സ്കൂളിൽ ക്ലാസ് ആയിട്ടൊന്നും പോകണ്ടായിരുന്നു ഇത്രയും നാള്. ഇന്നാണ് ഒന്ന് പോകുന്നത് സ്കൂളിലോട്ട് നല്ലതായിട്ട്. അതും ഇന്ന് ഉച്ച വരെ ഉള്ളേ. എന്നാലും നമ്മളാണെങ്കിൽ രാവിലെ അങ്ങ് എണ്ണിക്കും കേട്ടോ നേരത്തെ എന്നും. സ്കൂളിൽ പോകുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് എല്ലാ പിള്ളേർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. 2 മാസമൊക്കെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു വിഷമമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. ഞാൻ ഈ സമയത്ത് തപ്പി നടക്കുന്നത് ഇറങ്ങാൻ നേരമാണ് എൻ്റെ ചെരുപ്പ് കാണുന്നില്ല. അതെപ്പോഴും ഉള്ള പരിപാടിയാണ്. ഞാനതും തപ്പി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ വേറെ ചെരുപ്പുണ്ടോ എന്ന് നോക്കി നടക്കുവാണേ. സ്കൂളിൽ പോകുന്ന കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ. ആദ്യമേ നമ്മൾ സ്കൂളിൻ്റെയോ ട്യൂഷൻ്റെയോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈ എടുത്തങ്ങ് തൊഴും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൽ ചെന്നപ്പോൾ അച്ഛൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് വിടുവാണ് കേട്ടോ. അച്ഛൻ്റെ ക്രൈം പാർട്ട്ണറാണ്. അച്ഛനാണ് സ്കൂൾ തുറന്ന ഏറ്റവും വലിയ വിഷമം. എന്നിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേനും ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുനിന്നേ ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ബ്ലോക്ക് നോക്കി നിന്നിട്ട് നമ്മൾ അവിടെ തന്നെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നില്ലെങ്കിൽ ലേറ്റ് ആവും. അതുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ച് വണ്ടി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേ. എന്നിട്ട് നമ്മൾ ആ ബ്ലോക്കിൻ്റെ ഇടയ്ക്കൂടെ നടന്നാണ് സ്കൂളിലോട്ട് പോകുന്നത്. പിള്ളേരൊക്കെ ഓടിച്ചാടി ഉത്സാഹിച്ചാണ് പോകുന്നത്. ഒരാളിവിടെ മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്തോ ഭയങ്കര അപരാധം ചെയ്ത് പിള്ളേരെ പിടുത്തക്കാർക്ക് കൊണ്ടുപോകുന്ന ഒരു എക്സ്പ്രഷനാണ് ആളുടേത്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയപ്പോൾ തന്നെ കരയാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് കയറ്റുമായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് നടന്നു വന്ന് വണ്ടി എടുക്കുവാണ് അവിടുന്ന്. അപ്പോഴത്തേനും ഒട്ടുമിക്ക അല്ല, എല്ലാ ബ്ലോക്കും കഴിഞ്ഞായിരുന്നു. നമ്മൾ വിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്. ഇത് രണ്ടും സെയിം സ്കൂൾ തന്നെയാണ്, പക്ഷേ 2 ബ്രാഞ്ചായിട്ടാണ് കേട്ടോ നടത്തുന്നത്. ഒന്ന് CBSEയും ഒന്ന് സ്റ്റേറ്റ് സിലബസും ആണേ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. നമ്മുടെ റോഡിൻ്റെ അവസ്ഥയുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെങ്കിലും ആയിട്ടുള്ളത്. മറ്റേ തുണി കൂട്ടി തയ്ക്കുന്നത് കൂട്ടത്തെ അവസ്ഥയാണ്. എവിടെയെങ്കിലും ഒരു കുഴി വരും, അതൊന്നടയ്ക്കും, പിന്നെയും കുഴി വരും, അതടയ്ക്കും. അങ്ങനെയാണ് റോഡ് കിടക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക പണിയൊക്കെ നടക്കുമല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. നല്ല ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്നിട്ട് ഞങ്ങൾ ONK ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾക്ക് ലെഫ്റ്റാണ് കേട്ടോ പോകേണ്ടത്. അങ്ങോട്ട് തിരിയുന്ന റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും അടിപൊളിയാണ്. ഇതാണ് കേട്ടോ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ. കുഴി എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ രാത്രി ആയാലും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അത്രയും കുഴികളും വെള്ളക്കെട്ടും അങ്ങനെ കിടക്കുകയാണ്. ഇപ്പം എന്തായാലും പണി നടക്കുമല്ലേ, നമുക്ക് നോക്കാം, ശരിയാവുമായിരിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ താണ്ടി കടന്ന് മറ്റേ കാടും മേടും പുല്ലും എല്ലാം താണ്ടി നമ്മൾ നല്ല റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മീൻ മേടിക്കുന്ന കടയുണ്ട് കേട്ടോ. മീൻ വാങ്ങിച്ച് വീട്ടിലോട്ടുള്ള കുറച്ച് മീനേ മേടിച്ചുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും മേടിച്ചില്ല. കുറച്ച് മീനും മേടിച്ചുകൊണ്ട് തിരിച്ച് നമ്മൾ എന്തായാലും വീട്ടിൽ പോയിട്ടുണ്ടേ. വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് 2 കൊറിയർ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചേ. ഞാൻ ഓർഡർ ചെയ്ത 2 സാധനമാണ്. ഞാനിത് ഉടനെ വീഡിയോ ഇടാവേ, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് കുഞ്ഞിനെ തിരിച്ച് വിളിക്കാൻ പോകാനുള്ള സമയമായി. അങ്ങനെ പിന്നെയും തിരിച്ച് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ വരണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഒരു 11-11:15 കറക്റ്റ് 12 മണിയാകുമ്പോൾ ചെല്ലണമെന്ന് പറയുകയും ചെയ്ത്. അങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ച് കുഞ്ഞിനെ വിളിക്കാനായിട്ട് സ്കൂളിൽ ചെന്ന്. അപ്പം സമയമായിട്ടില്ലായിരുന്നു, 12:30 ചെല്ലേണ്ടത്. നമുക്ക് സമയം തെറ്റി. നമ്മൾ 12 മണിയായപ്പോഴേ ചെന്നു. പിന്നെ അകത്ത് കയറി ഓഫീസിൽ ഒന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അതിനൊക്കെ കയറിയിട്ട് സ്കൂളിൻ്റെ നല്ല രസമാണ് കേട്ടോ. സ്കൂളിൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല മരങ്ങളും കിളികളും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി, ആ ഒരു വൈബാണ് കേട്ടോ സ്കൂളിൽ. പിന്നെ കുറേ നേരം ഇതൊക്കെ നോക്കി അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ നിന്ന് കാല് കഴിച്ചപ്പോൾ പോയി കുറച്ച് നേരം ഇരുന്നു. അരമണിക്കൂറെന്ന് വെച്ചാൽ ഇത്ര ഉണ്ടോ എന്ന് തോന്നിപ്പോയി കേട്ടോ. അത്രയ്ക്കൊരു പോസ്റ്റായിരുന്നു. അരമണിക്കൂർ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റായില്ല. കാരണം നമ്മൾ 12 മണിക്ക് ചെന്നെങ്കിലും ഓഫീസിലൊക്കെ കയറിയിട്ട് ഒരു 12:15 ആയിക്കാണോ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 15 മിനിറ്റ് ആണെങ്കിലും ഭയങ്കര ഒരു ലാഗ് ആവുന്നത് കൂട്ട് തോന്നി കേട്ടോ. നമ്മൾ പോസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. സ്കൂള് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അത്ര വലിയൊരു ആക്റ്റീവ്നെസ് ഒന്നും ഇല്ല കേട്ടോ. ടീച്ചർ പറഞ്ഞ് വയറുവേദന എടുക്കുന്നതെന്ന് ഇടയ്ക്ക് പറഞ്ഞെന്ന്. വെള്ളമൊക്കെ കുടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ മാറിയെന്ന്. വയറുവേദന എന്നും അവളുടെ ഒരു വീക്ക് പോയിൻ്റാണ് കേട്ടോ. വയറുവേദനയ്ക്കാണ് നമ്മൾ കൂടുതൽ സ്കൂളിൽ നിന്ന് ചെന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ കുറച്ച് ഷോയൊക്കെ ഇട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റേ അന്യനീ നമ്പിയിലോട്ട് മാറിയിട്ടുണ്ട്. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പെൻസിൽ കിട്ടി, എന്തുവാ ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തോന്നൊന്നും മനസ്സിലായില്ല. പിന്നെ കുറേ നേരം ഇവളവിടെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ എന്തോ നോക്കിയൊക്കെ നിൽക്കുവാണ്. ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഇറങ്ങുന്നത് നോക്കി നിൽക്കുമായിരിക്കും ചിലപ്പം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ആൾ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. പഴയ പ്രസരിപ്പൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ ആ ഒരു 500 മീറ്റർ കോമ്പൗണ്ട് കഴിയുമ്പം പഴയ ആളാവും. സ്കൂളിൻ്റെ 500 മീറ്റർ അടുത്തോട്ട് എത്തുമ്പോൾ പിന്നെയും ക്യാരക്ടർ ചേഞ്ച് ആവും. അങ്ങനെ സ്കൂളിലെ കാര്യങ്ങൾ, ഇന്നത്തെ കാര്യവും ക്ലാസ്സിൻ്റെ കാര്യവും പുതിയ UKG-ലോട്ടായ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അത് കുറേ നേരം പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് വന്നപ്പോൾ അവൾക്ക് ബിരിയാണി വേണമെന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥിരം ബിരിയാണി സ്ഥിരമായിട്ട് മേടിക്കുന്ന കട ഇതാണേ. അപ്പോൾ ഇവിടുന്ന് കയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഷോ ഉണ്ടായിരുന്നു. പുതിയ ബാഗിൻ്റെയും ഒക്കെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് കുപ്പിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് നിന്ന് അവിടെ അങ്ങ് ഭയങ്കര പട്ടി ഷോ ഇറക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ടീച്ചർ കൊടുത്ത പെൻസിൽ കാണുന്നത്. അപ്പോൾ അത് കാണിച്ചു. ടീച്ചർ അതിലിങ്ങനെ ചാർട്ട് പേപ്പറിൽ ബട്ടർഫ്ലൈ ഷേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അത് ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കുമായിരുന്നു പെൻസിലിൽ. അതിനാണ് ആ പിള്ളേർ അന്നേരം അവിടെ കിടന്ന് വഴക്കിട്ടതും ബട്ടർഫ്ലൈ പെൻസിലുണ്ട്, സ്റ്റിക്കറുണ്ടെന്നൊക്കെ പറഞ്ഞതൊന്നും എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ സാധനം മേടിച്ചുകൊണ്ട് നേരെ വല്യമ്മയുടെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ വല്യമ്മയുടെ അങ്ങോട്ട് വന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ 2 കിലോ മാങ്ങ 50 രൂപയെന്നും പറഞ്ഞ് അവിടെ കണ്ടത്. പച്ചമാങ്ങയാണേ. അമ്മ ചാടി ഇറങ്ങി മേടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇന്നലെ എങ്ങാണ്ട് 2 കിലോ മാങ്ങ എങ്ങാണ്ട് 100 രൂപയ്ക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് അമ്മ ചാടി ഇറങ്ങി 2 കിലോ മാങ്ങ മേടിച്ചേ. അതൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പം പഴയ കുഞ്ഞാച്ചി ആയിട്ടുണ്ട്. പിന്നെ ശിവതാണ്ഡവമാണ് ഈ ആടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.